ഫ്രണ്ട്സ്, ഞാൻ മുഹമ്മദ് സിറാജ്. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വാഹന വിൽപ്പന നടക്കുന്ന വിഭാഗമാണ് കോമ്പാക്ട് SUV സെഗ്മെൻറ്റ്. ടൊയോട്ട റഷിനൊപ്പം ഇന്ത്യയിലേക്ക് ഈ വർഷം തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ടൊയോട്ട RAV4ൻ്റെ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഇനിയും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഇനിയും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാർ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്ത് ഫോളോയിങ് ബട്ടണിൽ അമർത്തി സീ ഫസ്റ്റ് എന്നത് എനേബിൾ ചെയ്യുക. ലോകരാഷ്ട്രങ്ങളിൽ വിൽപ്പനയിലുള്ള ഈ വാഹനത്തിൻ്റെ പരിഷ്കരിച്ച പതിപ്പ് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങി. ഈ വർഷം മാർച്ചിൽ ന്യൂയോർക്കിൽ നടന്ന ഇൻ്റർനാഷണൽ ഓട്ടോ എക്സ്പോയിൽ ആണ് നാലാം തലമുറ RAV4നെ ടൊയോട്ട അവതരിപ്പിച്ചത്. 1994 പുറത്തിറങ്ങിയ ഈ വാഹനമാണ് ആദ്യത്തെ കോമ്പാക്ട് SUV ആയി കരുതപ്പെടുന്നത്. ഈ വർഷം അവസാനമോ അടുത്ത വർഷം ആദ്യമോ ഇന്ത്യയിൽ ഈ വാഹനം അവതരിപ്പിക്കും എന്നാണ് കരുതുന്നത്. ലോക വിപണിയിൽ 2.5 ലിറ്റർ 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനും അതേ എഞ്ചിൻ്റെ ടൊയോട്ട ഹൈബ്രിഡ് സിസ്റ്റം 2 THS2 ഉപയോഗിച്ച് നിർമ്മിച്ച ഹൈബ്രിഡ് പതിപ്പുമാണ് ഈ വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പെട്രോൾ എഞ്ചിൻ പരമാവധി ശേഷി 179 PS-ഉം 233 Nm പീക്ക് ടോർക്കും ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഹൈബ്രിഡ് എഞ്ചിൻ 194 PS-ഉം 209 Nm ഉൽപ്പാദിപ്പിക്കുന്നത്. അടിസ്ഥാന പെട്രോൾ മോഡലിൽ 8 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ലഭിക്കുമ്പോൾ ഹൈബ്രിഡ് CVT ഓട്ടോമാറ്റിക് സംവിധാനത്തോടു കൂടിയാണ് ലഭ്യമാക്കിയിരിക്കുന്നത്. 2018 അവസാനത്തോടെ ഡീസൽ എഞ്ചിൻ ലോക വിപണിയിൽ അവതരിപ്പിക്കും എന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. പുതിയ ക്യാമറയിലും മറ്റും ഉപയോഗിച്ചിരിക്കുന്ന പുതിയ തലമുറ TNGA ടൊയോട്ട ന്യൂ ഗ്ലോബൽ ആർക്കിടെക്ചർ പ്ലാറ്റ്ഫോമിലാണ് ഈ വാഹനം നിർമ്മിച്ചിരിക്കുന്നത്. അതുമൂലം പഴയ മോഡലിനേക്കാളും വീൽ ബേസ് ഈ മോഡലിന് കൂടിയിട്ടുണ്ടെങ്കിലും മൊത്തം നീളത്തിൽ കുറവ് വന്നിട്ടുണ്ട്. വീൽ ബേസ് കൂടിയത് മൂലം ഇന്റീരിയർ സ്പേസ് വർദ്ധിച്ചിട്ടുമുണ്ട്. വാഹനത്തിൻ്റെ എക്സ്റ്റീരിയറിലേക്ക് നോക്കുമ്പോൾ വാഹനത്തിന് ചുറ്റും ബ്ലാക്ക് ക്ലാഡിങ്ങുകൾ ധാരാളമായി കാണാം. ഇവ വാഹനത്തിൻ്റെ സ്പോർട്ടി ലുക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നു. ചതുര വടിവുകളോടുകൂടിയ വീലാർച്ചുകളും പുത്തൻ അലോയ് വീലുകളും വാഹനത്തെ മനോഹരമാക്കുന്നു. മുൻ മോഡലിൽ നിന്നും വിഭിന്നമായി LED ഹെഡ്ലാമ്പുകൾ, LED ടെയിൽ ലാമ്പുകൾ, റൂഫ് മൗണ്ടഡ് സ്പോയിലർ, 19 ഇഞ്ച് അലോയ് വീൽ, ഡ്യുവൽ എക്സ്ഹോസ്റ്റ് സിസ്റ്റം, ഇലക്ട്രോണിക് സൺറൂഫ് തുടങ്ങി ഒരുപാട് ഫീച്ചറുകൾ ഈ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 180 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ഈ വാഹനം 4 വീൽ ഡ്രൈവോട് കൂടിയ 5 സീറ്റർ ആണ്. കൂടാതെ 501 ലിറ്റർ ബൂട്ട് സ്പേസും എടുത്തു പറയേണ്ട പ്രത്യേകതകളാണ്. ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ കൂടാതെ ആമസോൺ അലക്സയും സപ്പോർട്ട് ചെയ്യുന്ന ടൊയോട്ട Entune 3.0 സൗണ്ട് സിസ്റ്റത്തോടു കൂടിയ 7 ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ, കീലെസ് എൻട്രി എന്നിവയാണ് ഈ വാഹനത്തിൻ്റെ മറ്റ് പ്രത്യേകതകൾ. എയർ ബാഗുകൾ, ABS EBD ട്രാക്ഷൻ കൺട്രോൾ, ആക്റ്റീവ് സ്റ്റെബിലിറ്റി കൺട്രോൾ, ഫോർവേഡ് കൊളീഷൻ വാർണിംഗ്, ഡൈനാമിക് ക്രൂയിസ് കൺട്രോൾ, സ്റ്റിയറിംഗ് അസിസ്റ്റ് തുടങ്ങിയവ വാഹനത്തിന് സുരക്ഷ ഒരുക്കും. ഇന്ത്യയിൽ നിലവിൽ ടൊയോട്ടയ്ക്ക് 14-നും 20 ലക്ഷത്തിനും ഇടയിൽ വാഹനമില്ലാത്തതുകൊണ്ടും ഈ സെഗ്മെന്റിലുള്ള വാഹനത്തോട് ഇന്ത്യക്കാർക്ക് പ്രിയം ഏറിയത് മൂലവും എതിരാളികളില്ലാതെ വിലസുന്ന ജീപ്പ് കോമ്പസിന് പ്രതിയോഗിയായി ഈ വാഹനത്തെ എന്നാണ് അനൗദ്യോഗിക വിവരം. 14 ലക്ഷം രൂപ മുതൽ ആണ് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കുന്ന വില. എന്ന് ഇന്ത്യയിൽ പുറത്തിറങ്ങുമെന്ന് ഇതുവരെ ഔദ്യോഗികമായി ടൊയോട്ട അറിയിച്ചിട്ടില്ല. ടൊയോട്ട റഷ് ആണോ RAV4 ആണോ ആദ്യം ഇറക്കുക, രണ്ട് വാഹനങ്ങളും ഇന്ത്യയിൽ അവതരിപ്പിക്കുമോ തുടങ്ങിയ ചോദ്യം നിലനിൽക്കുന്നുവെങ്കിലും ഈ വർഷം അവസാനത്തോടെ 14 മുതൽ 20 ലക്ഷം രൂപ റേഞ്ചിൽ ഈ വാഹനം അവതരിപ്പിക്കപ്പെടും എന്ന് പ്രതീക്ഷിക്കാം. താങ്ക് യു.